ഹലോ, ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ ഒരു ഹാഫ് ഡേ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തതെന്ന് കണ്ടാലോ. ഈ ഒരു ഹാഫ് ഡേ ഫോൺ യൂസ് ചെയ്യാതെ എങ്ങനെ സ്പെൻഡ് ചെയ്യാമെന്ന് ഞാനൊന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കുക്ക് ചെയ്തു. പത്തിരിയും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയത്. ബാംഗ്ലൂർ വരുന്നതിന് മുമ്പ് കുക്ക് ചെയ്യുന്നതും കുക്ക് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതൊക്കെ വളരെ കുറവായിരുന്നു. ഇപ്പം ഞാൻ വളരെ ഇഷ്ടത്തോടെ ചെയ്യുന്ന കാര്യമാണ് കുക്കിംഗ്. ആ ഒരു ഇഷ്ടം വന്നത് എങ്ങനെയാണെന്ന് ഇപ്പോഴും എനിക്കറിയില്ല. പ്രത്യേകിച്ച് ഞാനിതുവരെ കുക്ക് ചെയ്തിട്ടില്ലാത്ത ഐറ്റംസൊക്കെ ട്രൈ ചെയ്ത് നോക്കാനാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഒരു ശ്രമമായിരുന്നു ഈ പത്തിരി. ഞാൻ ആകെ ഒരു തവണ പത്തിരി കഴിച്ചിട്ടുള്ളൂ, പക്ഷെ അതിൻ്റെ ടേസ്റ്റും എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊരു പത്തിരിയുടെ കറക്റ്റ് ടേസ്റ്റ് കിട്ടിയിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. എനിക്കിവിടെ പ്ലാൻസ് ഒന്നും ഇല്ലെങ്കിലും ആരോ നട്ടിട്ടുള്ള കുറച്ച് പ്ലാൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ എൻ്റെ പ്ലാൻസ് ആണെന്ന പോലെയാണ് ഞാൻ പോയി ഫോട്ടോസ് എടുക്കുന്നതും വീഡിയോസ് എടുക്കുന്നതും അതിൽ പുതിയ ഫ്ലവേഴ്സൊക്കെ വരുന്നതെന്ന് ചെക്ക് ചെയ്യുന്നതും ഒക്കെ. നമ്മുടെ നാട്ടിലുണ്ടാകുന്നതിനേക്കാളും ഒത്തിരി പൂക്കൾ ഈ റോസാ ചെടികളിൽ ഉണ്ടാകുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്റ്റെമ്മൊക്കെ നല്ല സ്ട്രോങ് ആണ്. എൻ്റെ റോസാ ചെടികളൊക്കെ ഒരു പൂ വരുമ്പോൾ തന്നെ മറിഞ്ഞു പോകുന്ന അവസ്ഥയായിരുന്നു. ഞാൻ ഒത്തിരി തവണ നട്ട് നോക്കിയിട്ട് ഫ്ലോപ്പായി പോയൊരു പ്ലാന്റ് ആണ് ഇത്. ഈ പൂ കണ്ടിട്ട് എന്തോ പുൽച്ചെടിയാണെന്ന് കരുതിയിട്ടാണ് ഞാനിതിനടുത്ത് പോയത്. ഇതിൻ്റെ ലീഫൊക്കെ ശ്രദ്ധിച്ചപ്പോഴാണ് മിൻ്റാണെന്ന് മനസ്സിലായത്. ഈ ഫ്ലവറിനും മിൻറ്റിൻ്റെ ആ ഒരു സെയിം സ്മെല്ല് തന്നെയാണ്. ഇതിവിടുത്തെ ഏതോ കുട്ടികളുടെ എക്സ്പെരിമെൻ്റ് ആണെന്ന് തോന്നുന്നു. കഴിഞ്ഞ ദിവസം ഇതിന് റാഗി വീറ്റ് എന്നൊക്കെ ബോർഡ് ഉണ്ടായിരുന്നു, ഇന്ന് അതൊന്നും കാണുന്നില്ല. ഫോൺ യൂസ് ചെയ്യാതെ കുറച്ച് എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് കളർ ചെയ്യാമെന്ന് തീരുമാനിച്ചു. കളർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പിക്ചേഴ്സ് പിൻട്രസ്റ്റിൽ നിന്ന് ഞാൻ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നാണ് അതിൽ കളർ ചെയ്യാനൊക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റ് തോന്നിയത്. ഇതിലിങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കുമ്പോൾ ടൈം പോകുന്നത് അറിയുന്നുണ്ടായിരുന്നില്ല. കളർ ചെയ്യാനുള്ള ഓരോ സ്പേസും വളരെ കുഞ്ഞായതുകൊണ്ട് അത്രയും ശ്രദ്ധിച്ചിരുന്നാണ് കളർ ചെയ്തത്. അങ്ങനെ കുറച്ച് നേരം ഇരുന്ന് കളർ ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ഫേസ് ഞാൻ കുറച്ച് ദേഷ്യത്തിൽ വെച്ചിരിക്കുന്ന പോലെ എനിക്ക് തന്നെ തോന്നുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ ചിരിച്ച് പിടിച്ചിട്ട് കുറച്ച് നേരം കളർ ചെയ്യും. പിന്നെയും കോൺസെൻട്രേഷൻ ഇതിലാവുമ്പോൾ എൻ്റെ ഫേസ് മാറും. കളർ ചെയ്യുമ്പോൾ എനിക്കിതൊരു അത്തപ്പൂ പോലെയൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. ഞാൻ പഠിച്ച കോളേജിൽ ഓണം സെലിബ്രേഷൻ പോലെയൊക്കെ പൊങ്കൽ സെലിബ്രേഷനും ഉണ്ടായിരുന്നു. ഈ അത്തപ്പൂ ഇടുന്ന മത്സരം പോലെ കോലം ഇടുന്ന മത്സരമൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് എൻ്റെ ഫ്രണ്ടും കുറച്ച് പിള്ളേരൊക്കെ പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു. കോമ്പറ്റീഷനൊക്കെ തുടങ്ങി ഞങ്ങളതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുറ്റി നടക്കുമ്പോൾ അവൾ മാത്രം ഒറ്റയ്ക്കിരുന്ന് കോലം ഇടുന്ന കണ്ടു. പിന്നെ അവൾ പറഞ്ഞതനുസരിച്ച് ഞങ്ങളും കൂടി കോലമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കൊടുത്തു. ഇതിങ്ങനെ കളർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഫുള്ളും ആ ഒരു കോലം ഇട്ടതും പിന്നെ അത്തപ്പൂടുന്നൊക്കെയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കുറച്ച് നേരം വായിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഇതുവരെ വായിക്കാത്ത 1-2 ബുക്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്. ടൈം കിട്ടുമ്പോൾ ഒക്കെ വായിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൺവട്ടത്തൊക്കെ ഞാൻ ആ ബുക്കുകൾ എടുത്ത് വയ്ക്കുകയും ചെയ്യും. അങ്ങനെ കണ്ടാലും അത് വായിച്ച് തുടങ്ങാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. വായിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നവരെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാറുണ്ട്. ഈ ബുക്കിൻ്റെ സൈസ് വെച്ചിട്ട് ഇന്നെനിക്ക് വായിച്ച് തീരുമെന്ന് തോന്നുന്നില്ല. എൻ്റെ ഒരു ഹാഫ് ഡേ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഫോൺ യൂസ് ചെയ്യാതെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.